അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ എന്നാണ്. ഓക്കെ, അപ്പം ഞാനിവിടെ അറ്റ് ആൻ ആംഗിൾ ഇവിടെ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ആംഗിൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ഹൊറിസോണ്ടൽ. ഓക്കെ, with horizontal, draw velocity time graph for horizontal and vertical components of velocity. Taking vertical component of velocity, arrive at the equation to find time of flight. അത് നമ്മൾ ഓൾറെഡി ടൈം ഓഫ് ഫ്ലൈറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ്. പ്രൊജക്റ്റൈൽ, അതായത് ഒരു ബോയ് ക്രിക്കറ്റ് ബോൾ എറിയുന്നത് എങ്ങനെയാണ്, ഒരു ആംഗിളിലാണ്. അപ്പോൾ ആംഗിളിൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ എ ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ. ഒരു ബോയ് ക്രിക്കറ്റ് ബോൾ എറിയുന്നത് ഒരു ആംഗിളിലാണെന്ന് പറഞ്ഞാൽ അവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റൈൽ മോഷനാണിത്. ആംഗിളിൽ എറിയുന്നതൊക്കെ എന്താണ്, പ്രൊജക്റ്റൈൽ മോഷനാണ്. അപ്പോൾ അതിൻ്റെ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഡെറിവേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് കാണുക. ദെൻ ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം. ഏതിന്, ഒറിസോണ്ടൽ മോഷനും വെർട്ടിക്കൽ മോഷനും. അതായത് എന്താ സംഗതി എന്നറിയോ, നിങ്ങളോട് പറയാണ് ഒരു ബോയ് ഒരു ക്രിക്കറ്റ് ബോൾ എറിയുന്നുണ്ട്. എങ്ങനെയാണ് എറിയുന്നത്, ബോയ് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ബോയ് ഇങ്ങനെ ഒരു ആംഗിളിലാണ് എറിയുന്നത്. അപ്പം നിലവുമായിട്ട് നമ്മൾ സർഫസുമായിട്ട് നോക്കുമ്പോൾ എന്തുണ്ട്, ഒരു ആംഗിൾ ഉണ്ട്. അപ്പോൾ ഈ ആംഗിളിൽ എറിയുകയാണെങ്കിൽ നമുക്കറിയാം ആംഗിളിൽ ഉള്ള ഒരു സാധനത്തിനെ അതിനെ നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഒറിസോണ്ടൽ ഒരു കമ്പോണൻ്റ് ആക്കിയിട്ടും ഒന്ന് വെർട്ടിക്കൽ ഒരു കമ്പോണൻ്റ് ആക്കിയിട്ടും. അപ്പോൾ ഈ ഒറിസോണ്ടൽ എന്താ കമ്പോണൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എറിയുന്ന സ്പീഡ് എത്രയാണോ ഇൻറ്റു യു കോസ് തീറ്റയാണ്. ഇനി മുകളിലേക്ക് അതിൻ്റെ സ്പീഡ് എന്താണെന്ന് വെച്ചാൽ എറിയുന്ന സ്പീഡിൻ്റെ എന്താണ്, യു സൈൻ തീറ്റയാണ്. അപ്പം നമുക്ക് ആംഗിളിൽ നിൽക്കുന്ന ഏതൊരു വെക്ടറിനെയും എന്താക്കാം, രണ്ടായിട്ട് അതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന് ഒറിസോണ്ടൽ അതിനൊരു കമ്പോണൻ്റ് ആക്കാം, വെർട്ടിക്കൽ ഒരു കമ്പോണൻ്റ് ആക്കാം. അങ്ങനെയാണ് അത് മാത്സിൽ ഫിസിക്സിലൊക്കെ ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ ഒറിസോണ്ടൽ കമ്പോണൻ്റ് വെലോസിറ്റി എങ്ങനെയായിരിക്കും. ഇനിയിപ്പം ഈ ക്രിക്കറ്റ് ബോൾ എന്ത് ചെയ്യും, ഇങ്ങനെ പോയി എന്ത് ചെയ്യും, മുകളിലെത്തും. എന്നിട്ടോ തിരിച്ച് വന്ന് ഇവിടെ വന്ന് വീഴും. അപ്പം ആ വീഴുന്ന സമയത്തൊക്കെ അതിൻ്റെ ഈ ഒറിസോണ്ടൽ സ്പീഡ് ഓരോ സമയത്തും അതിന് ഒറിസോണ്ടൽ സ്പീഡും ഉണ്ടാവും, വെർട്ടിക്കൽ സ്പീഡും ഉണ്ടാവും. അപ്പം മുകളിലെത്തുമ്പോൾ ഇനി വെർട്ടിക്കൽ സ്പീഡ് എന്താവും, 0 ആകും. അതിനെന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒറിസോണ്ടൽ സ്പീഡ്. പിന്നെ വീണ്ടും എന്താവും, തല തിരിയാൻ തുടങ്ങും. അങ്ങോട്ട് ഒറിസോണ്ടൽ സ്പീഡും വെർട്ടിക്കൽ സ്പീഡിൻ്റെ ഡയറക്ഷൻ എന്താവും, മാറും. ഇത് വെർട്ടിക്കൽ സ്പീഡ് മുകളിലോട്ടായിരുന്നു ഉണ്ട്, ഇപ്പം വെർട്ടിക്കൽ സ്പീഡ് എങ്ങോട്ടേക്കായി തുടങ്ങും, താഴോട്ടേക്കാവും. അങ്ങനെ വന്ന് അതേ സ്പീഡിൽ അതെന്ത് ചെയ്യും, താഴേക്കെത്തും. അപ്പം ഇതിന് വെർട്ടിക്കൽ സ്പീഡും ഉണ്ട്, മുകളിലേക്ക് സ്പീഡുണ്ട്, ഒറിസോണ്ടൽ സ്പീഡും ഉണ്ട്. അപ്പം ഇത് രണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഈ ഒറിസോണ്ടൽ സ്പീഡ് ഇപ്പോഴും എന്താണ്, ഒരേ വാല്യൂ ആണ്. യു കോസ് തീറ്റ എപ്പോഴും ഒറിസോണ്ടൽ സ്പീഡ് എന്താണ്, സെയിം ആണ്. അപ്പോൾ അത് മാറൂല. അതെന്താണ്, യു കോസ് തീറ്റ എന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. ഒറിസോണ്ടൽ സ്പീഡ് എന്താണ്, ഇതിൻ്റെ വാല്യൂ യു കോസ് തീറ്റയാണ്. അപ്പോൾ ടൈം അനുസരിച്ച് അതെന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ എന്താണ്, യു കോസ് തീറ്റയാണ്. അപ്പം നിങ്ങളോട് ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഗ്രാഫ് വരയ്ക്കാം. ഒന്ന് എന്ത് ചെയ്യുക, ഒറിസോണ്ടൽ വെലോസിറ്റിയുടെ ഗ്രാഫ് വി ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോൺസ്റ്റൻ്റ് ആക്കിയിട്ട് അങ്ങ് വരച്ച് വെക്കുക. മനസ്സിലായില്ലേ, വി ഹൊറിസോണ്ടൽ വിത്ത് വേഴ്സസ് ടൈം. ഇനി വെർട്ടിക്കൽ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ നമുക്കറിയാം ഈ ബോളിൻ്റെ വെർട്ടിക്കൽ മുകളിലോട്ടുള്ള സ്പീഡ് എന്താണ്, ആദ്യം കൂടുതലാണ്, കൂടുതൽ പിന്നെ 0 ആകും, പിന്നെ തിരിച്ച് ഓപ്പോസിറ്റിൽ കൂടി വരും. അപ്പോൾ വെർട്ടിക്കൽ സ്പീഡ് എറിയുമ്പോൾ ഭയങ്കരം കൂടുതലാണ്. വെർട്ടിക്കൽ സ്പീഡ് എന്താണ്, എറിയുമ്പോൾ ഭയങ്കരം കൂടുതലാണ്. അങ്ങനെ പകുതി ദൂരം അത് കവർ ചെയ്യുമ്പം അതിൻ്റെ വെർട്ടിക്കൽ സ്പീഡ് മുകളിലെത്തുമ്പോൾ എന്താവും, 0 ആവും. പിന്നെ ഓപ്പോസിറ്റിൽ അതെന്ത് ചെയ്യും, കൂടി നെഗറ്റീവിലാണ്. കാരണം ഇത് അടിയിലേക്കാണ് അതിൻ്റെ വെർട്ടിക്കൽ സ്പീഡ്, ഇങ്ങോട്ട് പോകുമ്പോൾ പോസിറ്റീവിലേക്കാണ്. അപ്പം എറിയുമ്പോൾ ഭയങ്കര വെർട്ടിക്കൽ സ്പീഡാണ്. പിന്നെ കുറഞ്ഞ് വന്ന് എന്താവും, 0 ആകും. പിന്നെ അപ്പോൾ വെർട്ടിക്കൽ സ്പീഡ് വിത്ത് വെർട്ടിക്കൽ സ്പീഡിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് 2 തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാട്ടോ. പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒറിസോണ്ടൽ സ്പീഡിൻ്റെ ഗ്രാഫും വെർട്ടിക്കൽ സ്പീഡിൻ്റെ ഗ്രാഫും. അപ്പം വളരെ സിമ്പിളാണ്, അതിനകത്ത് വരച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായവർ ലൈക്ക് അടിക്ക്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒറിസോണ്ടൽ സ്പീഡ് എല്ലായ്പ്പോഴും സെയിം ആണ്. അപ്പോൾ ഒരേ വരാം. ഒറിസോണ്ടൽ സ്പീഡ് എന്താണ്, സെയിം ആണ്. വെർട്ടിക്കൽ സ്പീഡ് എന്താണ്, അത് കുറഞ്ഞ് പിന്നെ ഓപ്പോസിറ്റിൽ കൂടി വരും. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. അപ്പോൾ ഒന്നുമില്ല മനസ്സിലാക്കാൻ, നിങ്ങൾ ഇതങ്ങ് വരച്ചു വെച്ചാൽ പഠിച്ചാൽ മതി. പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒറിസോണ്ടൽ വെലോസിറ്റിയുടെ ഗ്രാഫ് ഇതാണ്, വെർട്ടിക്കൽ വെലോസിറ്റിയുടെ ഗ്രാഫ് ഇതാണ്. വെർട്ടിക്കൽ വെലോസിറ്റി വിത്ത് ടൈം. മനസ്സിലായോ? പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒരു ബോയ് ക്രിക്കറ്റ് ബോൾ എറിഞ്ഞു. വെർട്ടിക്കൽ വെലോസിറ്റിയുടെ ഗ്രാഫ് എന്താണ്,
ഒറിസോണ്ടൽ വെലോസിറ്റിയുടെ ഗ്രാഫ് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഒറിസോണ്ടൽ വെലോസിറ്റിയുടെ ഗ്രാഫ് എന്താണ്, വെർട്ടിക്കൽ വെലോസിറ്റിയുടെ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതങ്ങോട്ട് എഴുതി വെച്ചാൽ മതി. അപ്പം നിങ്ങളോട് ചോദ്യം നോക്കൂ, നിങ്ങൾ ഡ്രോ വെലോസിറ്റി ടൈം ഗ്രാഫ്. നിങ്ങളോട് വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കാനാണ്. എന്തിൻ്റെ? ഫോർ ഒറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ വെലോസിറ്റി. ഏതിൻ്റെ? ബോയ് ത്രോ ക്രിക്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ അറ്റ് ആൻ ആംഗിൾ തീറ്റ എന്നുണ്ട്. ബോയ് എങ്ങനെയാണ് ബോൾ എറിയുന്നത്? ബോയ് ത്രോസ് എ ക്രിക്കറ്റ് ബോൾ അറ്റ് ആൻ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ബോയ് ഇങ്ങനെ എറിയുന്നു എന്നല്ല, ബോയ് ആംഗിൾ ഇങ്ങനെ എറിയുന്നു എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം തന്നെ മനസ്സിലാക്കണം അത് എന്ത് മോഷനാണ്? പ്രൊജക്റ്റൈൽ മോഷനാണ്. അത് ഇങ്ങനെയാ ബോൾ പോയി വീഴുക, പ്രൊജക്റ്റൈൽ മോഷനാണ്, പരാബോളയാണ് അതിൻ്റെ പാത്ത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിനൊരു ഒറിസോണ്ടൽ, ഇങ്ങോട്ടേക്കും സ്പീഡ് ഉണ്ടാകും, ഇങ്ങോട്ടേക്കും സ്പീഡ് ഉണ്ടാകും. അപ്പം ഒറിസോണ്ടലി എല്ലായ്പ്പോഴും അതിൻ്റെ സ്പീഡ് എന്താണ്? സെയിം ആണ്. വെർട്ടിക്കൽ സ്പീഡ് എന്ത് ചെയ്യും? കൂടി കുറഞ്ഞു വരും. ആദ്യമായിരിക്കും മാക്സിമം. അപ്പോൾ വെർട്ടിക്കൽ സ്പീഡ് തുടങ്ങുമ്പോൾ മാക്സിമം ആയിരിക്കും, അങ്ങനെ അത് 0-ലെത്തും. പിന്നെ ഓപ്പോസിറ്റിൽ എന്ത് ചെയ്യും? കൂടും. അപ്പോൾ ഇങ്ങനെയാണ് വെർട്ടിക്കൽ സ്പീഡിൻ്റെ ഗ്രാഫ്. വെർട്ടിക്കൽ വെലോസിറ്റി വിത്ത് ടൈം, ഒറിസോണ്ടൽ വെലോസിറ്റി വിത്ത് ടൈം, വി ഒറിസോണ്ടൽ എന്നാണ്. ഒറിസോണ്ടൽ വെലോസിറ്റി വിത്ത് ടൈം ഗ്രാഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ഇനി തെറ്റിക്കോ? അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടേ രണ്ടാമത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞ പോലെ ചെയ്യൂ. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ഇത് വിവരമാണ്, ഇതാണ് അതിൻ്റെ ഡാറ്റ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതിൻ്റെ ഒറിസോണ്ടൽ വെലോസിറ്റി എന്തായിരിക്കും, വെർട്ടിക്കൽ വെലോസിറ്റി എന്തായിരിക്കും? ഇതിങ്ങനെ വളച്ചല്ല, നേരെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വി ഒറിസോണ്ടൽ. ഇതാണ് അതിൻ്റെ ഒറിസോണ്ടൽ വെലോസിറ്റി, വി ഒറിസോണ്ടൽ. ഇത് ടൈം, ഇത് അതിൻ്റെ വെർട്ടിക്കൽ വെലോസിറ്റി. ഇതതിൻ്റെ എന്താണ്? വെർട്ടിക്കൽ വെലോസിറ്റി, വി വെർട്ടിക്കൽ വെലോസിറ്റി വിത്ത് ടൈം. ഓക്കെ അല്ലേ? ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ, ആൻസർ 1. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ടൈം ഓഫ് ഫ്ലൈറ്റ് പ്രൊജക്റ്റൈലിൻ്റെ ഡെറിവേഷൻ നമ്മൾ കിടുക്കാച്ചിയാക്കിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ അറ്റ് ഹയസ്റ്റ് പോയിന്റ്. ഏറ്റവും മുകളിൽ അതിൻ്റെ കൈനറ്റിക് എനർജി എന്താണ് എന്നുള്ളതാണ്. കൈനറ്റിക് എനർജി എന്തായിരിക്കും ഹയസ്റ്റ് പോയിന്റിൽ? അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. നമുക്കറിയാം കൈനറ്റിക് എനർജി എന്താണ് ഹയസ്റ്റ് പോയിന്റിൽ. കൈനറ്റിക് എനർജി അറ്റ് ഹയസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ ഇങ്ങനെ പോയി എന്ത് ചെയ്യാണ്? മുകളിലെത്തുകയാണ്. പ്രൊജക്റ്റൈൽ ബോൾ എവിടെയാണ്? മുകളിലെത്തുകയാണ്. മുകളിൽ എന്താ? വെലോസിറ്റി. നമുക്കറിയാം 2 വെലോസിറ്റി ഉണ്ട് പോകുമ്പോൾ ഒക്കെ. ഹൊറിസോണ്ടൽ വെലോസിറ്റി ഉണ്ട്, വെർട്ടിക്കൽ വെലോസിറ്റി ഉണ്ട്. ഇങ്ങോട്ടും ഒരു വെലോസിറ്റി ഉണ്ട്, മുകളിലോട്ടും ഉണ്ട്. മുകളിലോട്ട് വെലോസിറ്റി കുറഞ്ഞ് മാക്സിമം എന്താവും? മുകളിലെത്തുമ്പോൾ ഹൈറ്റിലെത്തുമ്പോൾ 0 വെർട്ടിക്കൽ കമ്പണൻ്റ് ഓഫ് വെലോസിറ്റി എന്താണ്? 0 അപ്പോൾ ഒറിസോണ്ടൽ എന്താ? ഒറിസോണ്ടൽ എപ്പോഴും എന്താണ്? യു കോസ് തീറ്റ എന്നാണ്. അപ്പോൾ മുകളിൽ എന്താ അതിൻ്റെ വെലോസിറ്റി? വെർട്ടിക്കൽ ഇല്ല, ഒറിസോണ്ടൽ മാത്രമേ ഉള്ളൂ. അതെന്താണ്? യു കോസ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി എന്താ? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ × m × വെലോസിറ്റിയുടെ സ്ക്വയർ അല്ലേ? അപ്പോൾ ½ × മാസ് ഓഫ് ദ ബോൾ, ഈ ക്രിക്കറ്റ് ബോളിൻ്റെ മാസ് ഇൻറ്റു വെലോസിറ്റി എന്താ? മുകളിൽ യു കോസ് തീറ്റ മാത്രമാണ്, അതിൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പം എന്ത് വരും? ½ × mu² × കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പം അതാണ് യു കോസ് തീറ്റൻ്റെ സ്ക്വയർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ യുക്കും സ്ക്വയർ കൊടുക്കണം, കോസ് തീറ്റക്കും സ്ക്വയർ കൊടുക്കണം. അപ്പം ഇതാണ് കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ്. കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ്. അപ്പം എന്താ കൈനറ്റിക് എനർജി? അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കാണാതെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. കൈനറ്റിക് എനർജി മാക്സിമം ഹൈറ്റിൽ എന്തായിരിക്കും? ½ × മാസ് × അതിൻ്റെ സ്പീഡിൻ്റെ സ്ക്വയർ, യു കോസ് തീറ്റയുടെ സ്ക്വയർ. അപ്പോൾ യു കോസ് തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യുക്കും സ്ക്വയർ കൊടുക്കുക, കോസ് തീറ്റക്കും സ്ക്വയർ കൊടുക്കുക. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. കൈനറ്റിക് എനർജി ഓഫ് ദ ബോൾ അറ്റ് മാക്സിമം പോയിന്റ് ½ m u² കോസ് സ്ക്വയർ തീറ്റ. ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ എല്ലാവരും. ഇതങ്ങ് പഠിച്ചു വെക്കാനേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഇത് എറിയുന്ന സ്പീഡാണ് യു. അപ്പം നിങ്ങൾ ഈ ബോളിന് എറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, തുടക്കത്തിൽ ബോളിന് ഒരു സ്പീഡ് ഉണ്ടാവുമല്ലോ, അതാണ് യു. അപ്പോൾ ½ × മാസ് × u². അതിപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്?
ഹാഫ് ഇൻറ്റു മാസ് ഇൻറ്റു സ്പീഡിൻ്റെ സ്ക്വയറാണ്. പക്ഷേ എന്തുകൂടി ഉണ്ട് മുകളിലെത്തുമ്പോൾ ഒരു കോസ് സ്ക്വയർ തീറ്റ കൂടി വരും. അത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്. എഴുതി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ് എന്താണ്? കൈനറ്റിക് എനർജി അറ്റ് മാക്സിമം ഹൈറ്റ് ഹാഫ് എം ഇൻറ്റു യു സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ. അപ്പം ഇതങ്ങോട്ട് നിങ്ങൾ കൈനറ്റിക് എനർജിയുടെ എല്ലാവർക്കും അറിയാം, ഹാഫ് എം യു സ്ക്വയർ, അതിൻ്റെ കൂടെ ഒരു കോസ് സ്ക്വയർ തീറ്റ വെച്ചാൽ പോരെ, സിമ്പിൾ. അപ്പോൾ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. 2 ഫോഴ്സുകൾ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 2 ഫോഴ്സുകൾ, ഒന്നെന്താണ് 8 ന്യൂട്ടൺ, ഒന്നെന്താണ് 8 ന്യൂട്ടൺ. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കൂ നിങ്ങൾ. 2 ഫോഴ്സസ്, 2 ബലങ്ങൾ, ഒന്ന് 8 ന്യൂട്ടൺ ആണ്, മറ്റൊന്ന് 10 ന്യൂട്ടൺ ആണ്, ഒരു പോയിന്റിൽ ആക്ട് ചെയ്യാണ്. അപ്പോൾ ഒരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാണ്? 8 ന്യൂട്ടണും 10 ന്യൂട്ടണും ആക്ട് ചെയ്യാണ്. ഇനി അതിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ എന്താണെന്നറിയാം? 600 അല്ല, ഇത് 60 ഡിഗ്രി എന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് 60 ഡിഗ്രി എന്നാണ് കേട്ടോ അത്. അപ്പം ഞാനിവിടെ ഇത് മായ്ച്ചിട്ടേ, ഇതിവിടെ മായ്ച്ചിട്ട് 60 ഡിഗ്രി എന്നാക്കാം. 60 ഡിഗ്രി. അപ്പം ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ ഓക്കെ 60 ഡിഗ്രി. അപ്പം എന്താ സംഭവം? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻ്റ്. അപ്പം ഇതാണ് ചോദ്യം. ഒരു പോയിന്റ് ഉണ്ട്, ഈ പോയിന്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 8 ന്യൂട്ടണും ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് എന്തുണ്ട്? ഒരു 10 ന്യൂട്ടണും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അപ്പോൾ നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതിലെ റിസൾട്ടൻ്റ് വരുമല്ലോ. ഒരു പാരലലോഗ്രാം ആണെങ്കിൽ അതിൻ്റെ ഡയഗണലാണ് റിസൾട്ടൻ്റ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ പാരലോഗ്രാം പോലെ വരച്ചാൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും? ഇത് ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ 8 ന്യൂട്ടനും 10 ന്യൂട്ടനും. അപ്പോൾ ഇങ്ങോട്ടേക്ക് റിസൾട്ട് എത്ര ന്യൂട്ടന് കിട്ടും? റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് അളവ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ഫോഴ്സ് എ സ്ക്വയർ പ്ലസ്, ഇതായിരുന്നു ഇക്വേഷൻ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. അങ്ങനെയെങ്കിൽ അതിലങ്ങ് കൊടുത്താൽ മതി 8 സ്ക്വയർ പ്ലസ് രണ്ടാമത്തെ എന്താ 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് 8, രണ്ടാമത്തത് 10 ഇൻറ്റു കോസ് ആംഗിൾ എത്രയാ? ആംഗിൾ അവിടെ 60 ഡിഗ്രി, കോസ് 60. അപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 8ൻ്റെ സ്ക്വയർ എന്താ? ഇവിടെ ചെയ്യാം. 8ൻ്റെ സ്ക്വയർ 64, പിന്നെ 10ൻ്റെ സ്ക്വയറോ 100. 2 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 16, 16 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്താണ്? 160. 2 8 16, 16 10 160 ഗുണിച്ചാൽ 160 ഇൻറ്റു കോസ് 60 എന്താണെന്നറിയോ? കോസ് 60 എന്ന് പറഞ്ഞാൽ പകുതി, അര, ഹാഫ് എന്നാണ്. അപ്പോൾ ഇൻറ്റു ഹാഫ്, 160ൻ്റെ ഹാഫ് എന്താ? 80. അപ്പോൾ നമുക്ക് ചെയ്തു വന്നാൽ എന്ത് കിട്ടുമെന്നറിയോ? 64 പ്ലസ് 100 പ്ലസ് 160ൻ്റെ പകുതി 80. അപ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ 180ഉം 64. അപ്പോൾ എന്ത് വരും? 180ഉം 64, 180ഉം 64. അപ്പം 4ഉം 14, 4 1, 1 1 2, 244 എന്ന് വരും. അപ്പം റൂട്ട് 244. അപ്പം നമുക്കതിനകത്ത് റൂട്ട് 244 എത്രയാണ് വരുന്നത്? റൂട്ട് 244 കറക്റ്റ് എക്സാക്ട്ലി അതിൻ്റെ വാല്യൂ ഉണ്ടോ? റൂട്ട് 244 ഇല്ല, 15.6 എങ്ങാണ്ടാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. 15.6 എക്സാക്റ്റ് ഇല്ല. ഓക്കെ, അപ്പം അതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അത്രയും ന്യൂട്ടനാണ്. പറഞ്ഞത് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. പറഞ്ഞത് മനസ്സിലായെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് ലൈക്ക് അടിക്കൂ. ക്വസ്റ്റ്യനിൽ എൻ്റെ മനസ്സിലാകാത്തവർ ഡിസ്ലൈക്ക് അടിക്കൂ. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടായിരിക്കണം. ക്ലാസ്സൊക്കെ ശ്രദ്ധിച്ചു പോകണം. കാരണം നിങ്ങൾ എന്താണ്, നിങ്ങളതിനകത്ത് നിങ്ങൾ മെച്യൂർഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. നിങ്ങളതിനകത്ത് കുട്ടികളല്ല. നിങ്ങൾക്ക് ഭാവിയുണ്ട്, ജീവിതം, കാര്യങ്ങളൊക്കെ അറിയണം. മനസ്സിലായില്ലേ? പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിക്കണം. മനസ്സിലായില്ലേ? അപ്പം പഠിക്കേണ്ട സമയങ്ങളിൽ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ എവിടെയും എത്താൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പം അതാണ് ഇതിനകത്ത്. അപ്പം 15.62 ന്യൂട്ടൺ, 62 വേണമെങ്കിൽ വരാം കറക്റ്റ് എഴുതുമ്പോൾ. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം. നോക്കൂ നിങ്ങൾ, 2 ഫോഴ്സുകൾ 8 ന്യൂട്ടൺ 10 ന്യൂട്ടൺ ആർ ആക്ടിങ് അറ്റ് എ പോയിന്റ് ആണ്. ഒരു പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. ദ ആംഗിൾ ബിറ്റ്വീൻ ദം എത്രയാണ്? 60 ഡിഗ്രി എന്നാണ്. 600 എന്നല്ല, 60 ഡിഗ്രി എന്നാണ്. അപ്പം 2 ഫോഴ്സുകൾ എന്ത് ചെയ്യാണ്? ആക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആംഗിൾ എന്താണ്? ഒരു 60 ഡിഗ്രി. അപ്പോൾ എക്സാക്ട്ലി ഒരു 60 ഡിഗ്രിയിലോട്ട് ഞാൻ വരയ്ക്കാം ഇവിടെ. അപ്പോൾ ഫസ്റ്റ് എന്താണ് ഇത്?
ഇതിപ്പോൾ 60 എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ ഒരു റേഞ്ചിൽ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പം ഇവിടെ 8 ന്യൂട്ടണും 10 ന്യൂട്ടണും 60 ഡിഗ്രി ആംഗിളിൽ എന്ത് ചെയ്യാണ് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും എന്ന ചോദ്യത്തിന് ആൻസർ റിസൾട്ടൻ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഒരു ഫോഴ്സിൻ്റെ സ്ക്വയർ പ്ലസ് അടുത്ത ഫോഴ്സിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 ഫോഴ്സുകൾ തമ്മിൽ ഗുണിക്കുക ഇൻറ്റു കോസ് ആംഗിൾ 60. അപ്പം ഇതിനകത്ത് ഇൻറ്റു കോസ് തീറ്റ എന്നാണ്, അവിടെ തീറ്റ എന്ന് കൊടുത്താൽ മതി. ഇത് ഇക്വേഷനാണ്. ഈ ഇക്വേഷനിലോട്ട് നമ്മൾ കൊടുക്കുക. ഒന്നാമത്തെ ഫോഴ്സ് എന്താണ് 8 സ്ക്വയർ, രണ്ടാമത്തെ ഫോഴ്സ് എന്താണ് 10 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 8 ഇൻറ്റു 10 ഇൻറ്റു കോസ് ആംഗിൾ അവിടെ 60 ഇനി അതിൻ്റെ വാല്യൂസ് കൊടുത്താൽ മതി. 8ൻ്റെ സ്ക്വയർ 64, 10ൻ്റെ സ്ക്വയർ എന്താണ്, ഇത് 10 കേട്ടോ, 16 എന്ന് എഴുതണ്ട. 10ൻ്റെ സ്ക്വയർ 100 പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി ആണ്, എല്ലാം കൂടി ഗുണിക്കലാണ്. 2 8 16 10 160. 160 ഇൻറ്റു കോസ് 60 എന്ന് പറഞ്ഞാൽ പകുതി എന്നാണ്, 0.5 എന്നാണ്, മനസ്സിലായില്ലേ? അപ്പം 160 ഇൻറ്റു 0.5 കോസ് 60 എന്താണ് 0.5 ആണ്, പകുതി അരയാണ്. അര എന്ന് പറഞ്ഞാൽ 0.5. ഇനി ഇതിനെ ഗുണിച്ചാൽ ആൻസർ കിട്ടും നിങ്ങൾക്ക് 64 അവിടെ നിന്നോട്ടെ, 64 അവിടെ ഉണ്ട്, 100 അവിടെ ഉണ്ട്. 160 ഇൻറ്റു 0.5 ആദ്യം ഗുണനം ചെയ്യുക, ഇത് രണ്ടും ഗുണിക്കാൻ അവിടെ. അപ്പം 160ൻ്റെ 0.5 പകുതി എന്നാണ്, 80. അപ്പം ഫൈനൽ ആൻസർ എന്ത് വരും? 60ഉം 4ഉം 164 പ്ലസ് 80 എന്ത് വരും? 244 എന്ന് വരും. 244 എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ 15.62 ന്യൂട്ടനാണ്. അപ്പോൾ ഇങ്ങോട്ട് 8 ന്യൂട്ടണും ഇങ്ങോട്ട് 10 ന്യൂട്ടണും ഉണ്ടെങ്കിൽ ഈ വസ്തു ഈ ഡയറക്ഷനിൽ 15 ന്യൂട്ടൻ്റെ ഒരു എഫക്റ്റ് ഇവിടെ കിട്ടും. കുറച്ച് ഇങ്ങനെ അങ്ങ് പോകും, നല്ല വലിയ കിട്ടും. മനസ്സിലായോ? മനസ്സിലായോ? അപ്പോൾ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഇതൊക്കെ സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാവുന്ന ക്വസ്റ്റ്യനുകളാണ് വന്നു കഴിഞ്ഞാൽ. അപ്പം ഇതും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ സ്ക്രീൻഷോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ വീണ്ടും ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. സോ നമുക്ക് അടുത്തതിലോട്ട് പോകാം. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ for which maximum height is equal to 1/4 of horizontal range. അപ്പം ഇതൊരു എന്താ പറയുക, ഇതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഹൈറ്റ് ആണ് ചോദിച്ചത്. അപ്പോൾ ആംഗിൾ ഓഫ് എ പ്രൊജക്ഷൻ കണ്ടോ, പ്രൊജക്റ്റൈലാന്ന് മനസ്സിലാവും. പ്രൊജക്റ്റൈലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിയോ? ഇത് വായിച്ചിട്ട് അയ്യോ ഇതിപ്പോൾ എന്താ ചെയ്യുക ഒന്നും അറിയാതെ അങ്ങ് സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾ ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യും, കുറേ വേർഡ്സൊക്കെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. മനസ്സിലായില്ലേ? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ, പ്രൊജക്റ്റ് ചെയ്യാണ്, പ്രൊജക്റ്റൈലാണ്. മാക്സിമം ഹൈറ്റ്, ഇത് സംഗതി അത് തന്നെയാണ്. അപ്പം മാക്സിമം ഹൈറ്റ് എന്താ? മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. u² sin² θ/2g എന്നാണ്. മാക്സിമം ഹൈറ്റ് എന്താണ്? ഈക്വൽ ടു എന്താണ്? 1/4 ഓഫ് ദി റേഞ്ച്, റേഞ്ചിൻ്റെ 4/1. അപ്പോൾ റേഞ്ചും എഴുതി വെക്കുക. r max = ഇങ്ങനെയാണ് അരമാർക്ക് 1 മാർക്കൊക്കെ നേടിയെടുക്കൽ. r max = റേഞ്ചിൻ്റെ ഇക്വേഷൻ പഠിക്കണം. u² sin2 θ/g എന്നാണ് റേഞ്ച്. അപ്പം ഇത് എഴുതി പഠിക്കണം, അതിന് വേറെ വഴിയില്ല. അപ്പം ഹൈറ്റ് എന്താണ്? u² sin², 2 സ്ക്വയറുകൾ ഒരുമിച്ച് /2g. അപ്പം u² sin² ഒരുമിച്ച് 2g ആയെന്നേ, ഒരുമിച്ച് 2g ആയി, ഒരുമിച്ച് 3g അല്ല 2g ആയി. u² sin² ഉയരത്തിലെത്തിയപ്പോൾ ഒരുമിച്ച് 2g ആയി. അപ്പം u² sin² ഹൈറ്റിലെത്തിയപ്പോൾ ഒരുമിച്ച് 2g ആയി. റേഞ്ചിൽ ചെറിയ മാറ്റം വരുത്തുക. sin² θ ഇതേപോലെ ആക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ sin² θ എന്താക്കി? sin2 θ എന്നാക്കി. എന്നിട്ട് ഈ 2നെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ റേഞ്ചും ഹൈറ്റും തമ്മിൽ കണക്ഷൻ വെച്ച് പഠിക്കാൻ എളുപ്പമാണ്. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? ആംഗിൾ കാണണം. എന്താണ് മാക്സിമം ഹൈറ്റ്? എന്താണെന്നാണ് പറഞ്ഞത്? റേഞ്ചിൻ്റെ 4/1, 1/4 ഓഫ് റേഞ്ച്. റേഞ്ച് എന്താണോ റേഞ്ച് ഇതല്ലേ, അതിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യലാണ്. അതാണ് എന്ത്? ഇത് ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് റേഞ്ച്. അതായത് എന്താണ്? മാക്സിമം ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് റേഞ്ച്. ഇതാണ് പറഞ്ഞത് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇതങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ മതി. h max എന്താ അവിടെ കൊടുക്കുക? u² sin² θ/2g എന്നാണ്. 1/4 ഓഫ് റേഞ്ച് എന്താ?
യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി എന്നാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഹൈറ്റ് എന്താണ്, റേഞ്ചിൻ്റെ 4/1 എന്ന്. ക്വസ്റ്റ്യൻ ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഹൈറ്റ് റേഞ്ചിൻ്റെ 4/1. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ 4/1. റേഞ്ച് ബൈ 4 ആണ്. അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്ന് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ആംഗിൾ കാണാനാണ്. ഫോർ വിച്ച് മാക്സിമം ഹൈറ്റ് എന്താണ്, ഈക്വൽ ടു 1/4 ഓഫ് റേഞ്ച് ആണ്. റേഞ്ചിൻ്റെ 4/1 ഹൈറ്റ്. അത് തന്നിട്ടുണ്ട്. മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. റേഞ്ചിൻ്റെ 4/1 എന്ന് പറഞ്ഞാൽ റേഞ്ച് ബൈ 4. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, റേഞ്ചിൻ്റെ 1/4 ആണ്. 1/4 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം. ഇനി നിങ്ങൾ അങ്ങ് സോൾവ് ചെയ്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൈറ്റ് എന്താണ്, 1/4 ഓഫ് റേഞ്ച് ആണ്. ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1/4 ഓഫ് റേഞ്ച്. അപ്പോൾ നമുക്ക് അത് കൃത്യമായി ഇവിടെ എഴുതാൻ പറ്റും. ഹൈറ്റ് എച്ച് മാക്സ് ഈക്വൽ ടു 1/4 ഓഫ് റേഞ്ച് മാക്സ്. അപ്പം ഇനി എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g എന്നാണ്. ആ പ്രൊജക്റ്റൈലിൻ്റെ റേഞ്ച് അപ്പോൾ എന്തായിരിക്കും, യു സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ ബൈ ജി ആണ് അതിൻ്റെ റേഞ്ച് വരുന്നത്. ഇനി എന്താണ് അതിനകത്ത് സംഭവിക്കുന്നത്, ഇനി സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കട്ട് ചെയ്യുക ഒരുപോലെ ഉള്ളത്. യു സ്ക്വയർ കട്ടായി, യു സ്ക്വയർ കട്ടായി, ജി കട്ടായി, ജി കട്ടായി. അടിയിൽ അപ്പോൾ എന്ത് വരും, ഇനി ബാക്കി സൈൻ സ്ക്വയർ തീറ്റ ബൈ ഇവിടെ എന്തുണ്ട്, 2 എന്നുണ്ട്. ഇവിടെ ഒരു 1/4 ഉണ്ട്. സൈൻ 2 തീറ്റേനെ മാത്സിൽ എന്താണെന്നറിയോ, സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്നാണ്. അപ്പോൾ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, 2നെ ഇങ്ങോട്ട് മാറ്റിയിട്ട് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്ന് എഴുതാം. ഇത് മാത്സിലെ ഇക്വേഷനാണ്, പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നിങ്ങൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ അല്ലേ, സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ ബൈ 2 വന്ന് ഇവിടെ 2 സൈൻ തീറ്റ കോസ് തീറ്റ ബൈ 4 എന്ന് വന്ന്. ഇനി വെട്ടാനുള്ളവരൊക്കെ വീണ്ടും വെട്ടാം. സൈൻ തീറ്റ, ഒരു സൈൻ തീറ്റ ഇവിടെ ഉണ്ട്, ഇവിടെയും ഒരു സൈൻ തീറ്റ ഉണ്ട്, വെട്ടിപ്പോയി. ഇവിടെ 4 ആണ്. അപ്പം 4 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 അല്ലേ. അപ്പം ഇവിടുത്തെ ഒരു 2ഉം ഇവിടുത്തെ ഒരു 2ഉം വെട്ടിപ്പോയി. ഇനി ഈ 2ഉം വെട്ടിപ്പോയി, കാരണം ഇപ്പുറത്ത് ഒരുപോലെ ഉണ്ടെങ്കിൽ വെട്ടിപ്പോവും. ഇപ്പോൾ എന്ത് കിട്ടി, സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, കോസ് തീറ്റയാണ്. അങ്ങനെ വരുന്നത് എപ്പോഴാണെന്നറിയോ, തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. അപ്പം പറ്റാവുന്നവർ അതിനകത്ത് എഴുതി വെക്കൂ. മനസ്സിലായി, ഇത് എന്താ പറയുക, ഇതൊരു വളരെ എക്സാം ടഫ് ആവുകയാണെങ്കിൽ ഈ പാറ്റേണിൽ ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതകളുണ്ട്. അത്രയേ ഉള്ളൂ. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായവർ ലൈക്ക് അടിക്കൂ. ഇത് വെട്ടി കളിക്കാനേ ഉള്ളൂ, ഇക്വേഷനൊക്കെ അറിയണം എങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതി നമ്മൾ വെട്ടി അത്ര ചെയ്തിട്ടുള്ളൂ. സൈൻ സ്ക്വയർ തീറ്റനെ ഇത് നോക്കിയാൽ മനസ്സിലാവും. സൈൻ സ്ക്വയർ തീറ്റനെ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എഴുതി. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ പഠിച്ചിട്ടുണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റൻ്റെ ഇക്വേഷൻ അവിടെ എഴുതി. എന്നിട്ട് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്നാണ്. ഇതെല്ലാം കൂടി മിക്സ് ആവണ്ട, ഇതൊരു ഫസ്റ്റ് ടേമാണ്. ഓക്കെ, എന്നിട്ട് സൈൻ തീറ്റ അപ്പുറത്ത് വെട്ടി. പിന്നെ 4നെ ഞാൻ 2 ഇൻറ്റു 2 എന്നാക്കി. 4നെ എന്താക്കി, 2 ഇൻറ്റു 2 എന്നാക്കി. എന്നിട്ട് മുകളിൽ ഒരു 2 ഉണ്ട്. അപ്പം ആ 2ഉം ഈ 2ഉം തമ്മിൽ വെട്ടി. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ വെട്ടി. അപ്പോൾ സൈൻ തീറ്റ ഈസിക്കൽ ടു കോസ് തീറ്റ എന്നാണ് ലാസ്റ്റ് ബാക്കിയായത്. അങ്ങനെ വന്നാൽ തീറ്റ 45 ആണ്. അപ്പോൾ ആംഗിൾ എന്താണ്, 45 ഡിഗ്രിയാണ്. അപ്പോൾ കുട്ടി എറിഞ്ഞിരിക്കുന്നത് എന്താണ്, 45 ഡിഗ്രിയാണ്. അങ്ങനെ വരും 45 ഡിഗ്രിയിൽ എറിഞ്ഞാലാണ് ഹൈറ്റും റേഞ്ചും തമ്മിൽ എന്താവുക, ഹൈറ്റ് 4/1 ആവുക. റേഞ്ചിൻ്റെ 4/1 ആകും എന്ത്, ഹൈറ്റ്. അപ്പം ഇത് 10 സെൻറ്റിമീറ്ററാണ് റേഞ്ചെങ്കിൽ ഹൈറ്റ് എത്രയാണ് വരിക, അതിൻ്റെ 4/1 2.5 വരിക. റേഞ്ച് ആയിരിക്കും അപ്പോൾ കൂടുതൽ. അപ്പോൾ ആംഗിൾ 45 ഡിഗ്രിയാണ്. അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് ആൻസറിലോട്ട് എത്താവുന്നതാണ്. ഹൈറ്റും റേഞ്ചും തമ്മിൽ 4/1 ആ ഒരു റിലേഷൻ ആണെങ്കിൽ തീറ്റ 45 ആയിരിക്കും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫുൾ മാർക്ക് കിട്ടില്ല, മാർക്ക് അനുസരിച്ച് 1 മാർക്കാണെങ്കിൽ കിട്ടും. മനസ്സിലായോ? ഹൈറ്റും റേഞ്ചും തമ്മിൽ 1/4 ആണ് റിലേഷൻ എങ്കിൽ തീറ്റ 45 ആയിരിക്കും.
അതങ്ങ് പഠിച്ചു വെക്കേണ്ടതാണ്. മനസ്സിലായോ? മനസ്സിലായവർ ലൈക്ക് അടിക്കൂ, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. ക്ലാസ് ശ്രദ്ധിക്കുന്നവർ ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. മനസ്സിലായെങ്കിൽ ലൈക്ക്, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക്. യെസ്, ഓക്കെ. അപ്പം ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തെ നിങ്ങളോട് ഇതാണ് സംഭവം. ഇത് ചോദിച്ചെന്താണെന്ന്, ഒരു പ്രൊജക്റ്റയിൽ ഇങ്ങനെ വിട്ടാലേ ഇതിനകത്ത് ഒരു ഹൈറ്റ് ഉണ്ടാവുമല്ലോ, മാക്സിമം ഉയർത്തി പോകുമല്ലോ. അതുപോലെ തന്നെ ഇത് പോയി വീഴുന്നതിനൊരു റേഞ്ച് ഉണ്ടാവുമല്ലോ, ഈ ഒരു ഡിസ്റ്റൻസ്, ഇതാണ് റേഞ്ച്. അപ്പം ഇത് റിലേഷൻ എത്രയാ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയോ? ഈ ഹൈറ്റ് എത്രയാ? അതിൻ്റെ ഈ റേഞ്ച് ഇപ്പോൾ 10 വിചാരിച്ചോളൂ. അതിൻ്റെ 4/1 ഉള്ളൂ എന്ത് ഹൈറ്റ്. അപ്പം അത് ഏത് ആംഗിളാണെന്ന് ചോദിച്ചാൽ ആംഗിൾ 45 ഡിഗ്രിയാണ്. 45 എറിയുമ്പോഴാണ് റേഞ്ചിൻ്റെ 4/1 മാറുന്ന. ഹൈറ്റ് കുറവും റേഞ്ച് കൂടുതലും വരുന്ന 45 ഇനി ഈ റിലേഷൻ വരുന്നത്. അപ്പം എച്ച് മാക്സ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 ഇൻറ്റു റേഞ്ച്, റേഞ്ചിൻ്റെ കാല് 4/1. റേഞ്ച് 10 അതിൻ്റെ 4/1, 2.5 ഉണ്ടാവുള്ളൂ ഹൈറ്റ്. ഈ റിലേഷൻ എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീറ്റ = 45 ഡിഗ്രിയാണ്. വളരെ സിമ്പിൾ അല്ലേ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ അതിൻ്റെ കംപ്ലീറ്റ് മാർക്കിനനുസരിച്ചുള്ള ഡെറിവേഷൻ ഇതാണ്. അതിന് കിട്ടത്തില്ല, അത് നിങ്ങൾ നേരത്തെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം ഓക്കെ, അതേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കേണ്ടത് ഇങ്ങനെയായിരുന്നു. എന്താണ്? H മാക്സ് എന്താണ്? 1/4. H മാക്സ് = 1/4 ഇൻറ്റു റേഞ്ച്. അപ്പം H മാക്സിന് അതിൻ്റെ ഇക്വേഷൻ കൊടുക്കുക. u² cos² θ/2g എന്താണ്? 1/4 ഇൻറ്റു r മാക്സ് എന്താണ്? u² sin 2θ/g. കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫൈനലി എന്തുണ്ടാകും? u² cos² θ അല്ല, u² sin² θ. അപ്പോൾ ഇവിടെ sin² θ നമുക്ക് എന്താക്കാം? sin θ ഇൻറ്റു sin θ എന്നാക്കാം. എന്താക്കാം? sin θ ഇൻറ്റു sin θ/2g എന്ത് വരും? 1/4 ഇൻറ്റു u² sin 2θ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 sin θ cos θ/g വരും. ഇനി എല്ലാം ഒരേ കട്ട് sin θനെ കട്ട്, ഇവിടെ ഒരു sin θ കട്ട്, u² കട്ട്, u² ഇവിടെ ഉണ്ട്, അതും കട്ട്. പിന്നെ ഫൈനലി ഈ 4 എന്തെഴുതുക? ഫൈനലി വരുന്നത് sin 2θ ഉണ്ടാവും. ഇവിടെ ഒരു 2 ഉണ്ടാകും. ഇവിടെ അടിയിൽ എന്തുണ്ട്? മുകളിൽ ഒരു cos θ ഉണ്ട്, ഒരു 2 ഉണ്ട്, ബാക്കി അടിയിലൊരു 4 ഉണ്ട്. ഈ 4നെ നമ്മൾ എന്ത് ചെയ്താൽ 2 × 2 എന്ന് എഴുതാം. 4 എന്ന് പറഞ്ഞാൽ എന്താ? 2. ഇനി ഈ 2 വെട്ടി, ഈ 2ഉം വെട്ടി, പിന്നെ ഈ 2ഉം വെട്ടി. ഫൈനലി എന്തുണ്ടാകും? sin θ cos θ, θ = 45 ഡിഗ്രി. അപ്പോൾ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. വീണ്ടും തന്നിരിക്കുന്നു ഒറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 15 ഡിഗ്രി ആട്ടോ, 50 ഡിഗ്രി എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? 15 ഡിഗ്രി ആംഗിളിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പ്രൊജക്റ്റൈൽ ഫയർ ചെയ്തു. കാൽക്കുലേറ്റ് വെലോസിറ്റി ഓഫ് ദ പ്രൊജക്ഷൻ. അപ്പം ഇതിനകത്തെ ഫയർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റൈലിനെ ഫയർ ചെയ്തിരിക്കുന്ന ആംഗിൾ എത്രയാണ് പറഞ്ഞത്? 15 ഡിഗ്രിയിൽ. അപ്പോൾ 15 ഡിഗ്രിയിൽ അതിനകത്ത് പ്രൊജക്റ്റൈൽ ഫയർ ചെയ്തു. മനസ്സിലായില്ലേ? അതിനകത്തൊരു ബോൾ എറിഞ്ഞു, അല്ലെങ്കിൽ ഒരു എനിവേ. അപ്പം പ്രൊജക്റ്റൈലിൻ്റെ ഫയറിങ് അതിനകത്ത് 15 ഡിഗ്രിയിലാണ്. 50 ഡിഗ്രി എന്നാണ് കേട്ടോ ഇവിടെ, 50 ഡിഗ്രി. അതിൻ്റെ റേഞ്ച് എത്രയാ? 150 അല്ല, അത് 150 അല്ല, അതെന്താണ്? 50 മീറ്ററാണ്. റേഞ്ച് എത്രയാ പറഞ്ഞത്? 50 മീറ്റർ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റി, ഇത് എറിഞ്ഞ സ്പീഡ് എന്തായിരിക്കും? അതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. u ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പം ഈ കേസിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? റേഞ്ച് തന്നില്ലേ, ആംഗിളും തന്നില്ലേ, u അല്ലേ കാണാൻ. ഒറിസോണ്ടൽ റേഞ്ച് ഓഫ് എ പ്രൊജക്റ്റൈൽ ഫയർഡ് അറ്റ് ആൻ ആംഗിൾ 15 ഡിഗ്രി ഈസ് 50 മീറ്റർ. റേഞ്ച് തന്നു, ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാക്കണം. ഒറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ മീറ്ററാ, ഈ ദൂരമാ, അത് 50 മീറ്ററാ. ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാ 15 ഡിഗ്രി. അങ്ങനെയെങ്കിൽ എറിഞ്ഞ സ്പീഡ്, വെലോസിറ്റി ഓഫ് പ്രൊജക്ഷനാ ചോദിച്ചത്.
ക്വസ്റ്റ്യൻ മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങളോട് എന്താ ചോദ്യം? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഹൊറിസോണ്ടൽ റേഞ്ച് ഒരു പ്രൊജക്റ്റൈലിൻ്റെ എന്ത് തന്നു? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിച്ചു നോക്കൂ. ഒരു പ്രൊജക്റ്റൈൽ ഇങ്ങനെ ഫയർ ചെയ്തതാണ്. നിങ്ങളൊരു ബോൾ എറിഞ്ഞു, അല്ലെങ്കിൽ അതിനകത്ത് പ്രൊജക്റ്റൈൽ, ഒരു ഗണ്ണ്, ഒരു തോക്ക് അതിനകത്ത് ഫയർ ചെയ്തു. ഓക്കെ, അപ്പോൾ എനിവേ 15 ഡിഗ്രിയാണ് ഈ ഒരു ആംഗിൾ തന്നത്. ഇതിന് ഗണ്ണ് പോകുന്ന ആംഗിൾ അല്ലെങ്കിൽ ബോൾ എറിയുന്ന ആംഗിൾ, പ്രൊജക്റ്റൈൽ ഫയർ ചെയ്ത ആംഗിൾ എത്രയാണ്? 15 ഡിഗ്രി. ഹൊറിസോണ്ടൽ റേഞ്ച് പ്രൊജക്റ്റൈൽ പോയ റേഞ്ച് എത്രയാ? അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ദൂരം, അത് കവർ ചെയ്ത ദൂരം എത്രയാ? 50 മീറ്റർ ആട്ടോ. 150 അല്ല, ഞാൻ പറഞ്ഞു 50 ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ഇത് എറിഞ്ഞ സ്പീഡാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെയാണ് റേഞ്ചിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക? u² sin 2θ/g എന്നല്ലേ. അപ്പോൾ എറിഞ്ഞ സ്പീഡ്, റേഞ്ച് തന്നിട്ടുണ്ട്. റേഞ്ച് എന്താ? 50. അത് തന്നിട്ടുണ്ട്. u² ആണ് ചോദിച്ചത്. sin 2 ഇൻറ്റു ആംഗിൾ തന്നിട്ടുണ്ട് 15 ഡിഗ്രി. ജി നമുക്കറിയാം 9.8 ആണ്. അപ്പം നമ്മളതിനകത്ത് അപ്പം എന്താ ചോദിച്ചത്? ഒരു പ്രൊജക്റ്റൈൽ ഇങ്ങനെ ഫയർ ചെയ്തു, ആംഗിൾ തന്നു 15 ഡിഗ്രി, അതിൻ്റെ റേഞ്ച് തന്നു എത്രയാ? 50 മീറ്റർ ആട്ടോ, 150 അല്ല, 50 മീറ്റർ. അങ്ങനെയെങ്കിൽ എറിഞ്ഞ സ്പീഡ് u ആണ് ചോദിച്ചത്. അപ്പോൾ റേഞ്ചിൻ്റെ ഇക്വേഷനിൽ കൊടുത്താൽ അത് കിട്ടും. Rmax റേഞ്ച് എന്താണ്? റേഞ്ച് u² sin 2θയാണ് റേഞ്ച്. റേഞ്ച് എന്താണ്? u² sin 2θ/g. ഇനി എന്ത് കൊടുക്കുക? u എന്ന് പറഞ്ഞാൽ എറിഞ്ഞ സ്പീഡ്, അതാണ് ചോദിച്ചത്. റേഞ്ച് തന്നിട്ടുണ്ട് 50. അപ്പോൾ റേഞ്ചിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 50 കൊടുക്കുക. u² ആണ് ചോദിച്ചത്, എറിഞ്ഞ സ്പീഡ്. sin 2 ഇൻറ്റു ആംഗിൾ തന്നിട്ടുണ്ട്, എറിഞ്ഞ ആംഗിൾ 15/g എന്ന് പറഞ്ഞാൽ 9.8 ആണ്. ഇനി അങ്ങോട്ട് സോൾവ് ചെയ്താൽ കിട്ടും. 50 u² ആണ് ചോദിച്ചത്. sin 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ sin 30 ആണ്. sin 30/9.8 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ? sin 30, ഈ 9 ഈ u² അല്ലേ കാണേണ്ടത്, അതിനവിടെ നിർത്തുക. ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറത്തേക്ക് മാറ്റുക. അപ്പോൾ അടിയിലുള്ളതൊക്കെ എന്താവും? സമത്തിൻ്റെ അപ്പുറത്ത് വരുമ്പോൾ നേരെ തിരിയും. അടിയിലുള്ളത് മുകളിലും, മുകളിലുള്ളത് അടിയിലും ആകും. അപ്പോൾ ഇങ്ങനെയാകും. 50 ഇൻറ്റു 9.8 sin 30 എന്നാകും. ഈക്വൽ ടു എന്താണ് അവിടെ ഉള്ളത്? u². അപ്പോൾ 50 ഇൻറ്റു 9.8 എന്താ വരിക എന്നറിയോ? 98 ഇൻറ്റു 5. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. sin 30 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 0.5 ആണ്. കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി, u² കിട്ടും. അപ്പോൾ എന്തൊക്കെ കിട്ടും? അപ്പം 50 ഇൻറ്റു 9.8 എന്ന് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നമുക്ക് 98 ഇൻറ്റു 5 എന്ന് ചെയ്തതിൻ്റെ ആൻസർ കിട്ടും. പിന്നെ sin 30 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, ഈക്വൽ ടു u². അപ്പോൾ എന്ത് കിട്ടും? 98 ഇൻറ്റു 5, 105 എത്രയാ? 500 അല്ലേ. അപ്പോൾ അതിൽ നിന്ന് 2 5 പോയാൽ എത്രയാ? 490 ബൈ 0.5. 490ൻ്റെ 0.5 ചെയ്താൽ 490ൻ്റെ ഡബിളാണ് വരിക. അപ്പം 49 എന്ന് പറഞ്ഞാൽ എത്ര? 98 അല്ലേ. അപ്പോൾ 980 ആണ് എന്ത്? u² വരിക. u എന്ന് പറഞ്ഞാൽ √980 എന്നാണ് ആൻസർ വരിക. ഇത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. റേഞ്ച് തന്നു, എറിഞ്ഞ സ്പീഡ് ചോദിച്ചാൽ ഈ ഇക്വേഷൻ കൊടുക്കാൻ അറിയണം. ബാക്കി പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അറിയാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മനസ്സിലായോ? റേഞ്ച് തന്നിട്ടുണ്ട് 50 മീറ്റർ, ആംഗിൾ തന്നിട്ടുണ്ട്, ജി അറിയാം, പിന്നെ u² കണ്ടാൽ പോരെ. മനസ്സിലായോ? നോക്കിയിട്ട് മനസ്സിലായെങ്കിൽ ലൈക്ക് അടിക്കൂ പെട്ടെന്ന്. കമോൺ, മനസ്സിലായി. അപ്പം ഞാൻ ഈ പ്രോബ്ലം അതിനകത്ത് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം. അത് നോക്കൂ. ഇതിൻ്റെ ആക്ച്വലി ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. Rmaxൻ്റെ ഇക്വേഷനിൽ കൊടുക്കുക u² sin 2θ/g. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റ വെച്ചിട്ട് ഒരു ചിത്രം അതിനകത്ത് വരയ്ക്കാം. റേഞ്ച് എത്രയാണ്? ഇവിടെ തന്നിരിക്കുന്നു റേഞ്ച് 50 മീറ്റർ ആട്ടോ. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ എന്താണ്? 50 ആണ്. ഇത് 50 ഡിഗ്രിയാണ്. ഓക്കെ, ഇനി Rmax കിട്ടി, ആംഗിൾ കിട്ടി. ഇവിടെ ചോദിച്ചത് എന്താണ്? എറിഞ്ഞ സ്പീഡാണ്, u ആണ് ചോദ്യം. ഇനി വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ u ആണ് ചോദ്യം. വെലോസിറ്റി ഓഫ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ u ആണ് എന്ത് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുക. റേഞ്ച് തന്നിട്ടുണ്ട് എത്രയാ? 50 ആണ്. റേഞ്ച് 50 കൊടുക്കുക. u² ചോദിച്ചു. സൈൻ എറിഞ്ഞ ആംഗിൾ തന്നു 2 ഇൻറ്റു 15.
ബൈ ജി എന്ന് പറഞ്ഞാൽ 9.8 ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലൊക്കെ വാല്യൂസ് 50 = u² ഇൻറ്റു സൈൻ 2 ഇൻറ്റു 15 എന്ന് പറഞ്ഞാൽ 2 15 30 ബൈ 9.8 എന്ന് വരും. നമുക്ക് u² ആണ് വേണ്ടത്, അപ്പോൾ എല്ലാം അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 50 അടിയിലുള്ളത് മുകളിൽ വരും, 50 ഇൻറ്റു 9.8 ആവും. ഇവിടെ സൈൻ 30 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് മുകളിലാണ്, അത് അടിയിലാകും. ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ സൈൻ 30 എന്ന് പറഞ്ഞാൽ എന്താണ്, 0.5 ആണ്, = u² എന്ന് വരും. ഇനി ബാക്കി ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതുന്നുണ്ട്. അപ്പോൾ 50 ഇൻറ്റു 9.8 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. അപ്പം 98 ഇൻറ്റു 5 എന്ന് വരും, 500. അപ്പം 490 എന്ന് വരും. 490 ബൈ സൈൻ 30 എന്ന് പറഞ്ഞാൽ 0.5 ആണ്, = u² എന്ന് വരും. അപ്പോൾ ഇതിൻ്റെ ഡബിൾ വരും കാൽക്കുലേറ്റർ ചെയ്താൽ 98 980 എന്ന് വരും, = u². u = √980 എന്ന് വരും. അപ്പം ഇത് അങ്ങോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം ഇതിനകത്ത് നിന്ന് അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ. ഇനി 2 ചോദ്യങ്ങളേ ഉള്ളൂ. ഈ ചാപ്റ്റർ പ്രൊജക്റ്റൈൽ മോഷനിലെ 8 മാർക്കും സെറ്റാക്കാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഫോഴ്സ് എഫ്. ആംഗിൾ എന്താണ്? ആംഗിൾ എന്ന് പറഞ്ഞാൽ, ആംഗിൾ കാണാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് 2 രീതിയിൽ ആംഗിൾ കാണാം. ആംഗിൾ കാണാൻ ഒരു ഇക്വേഷൻ ഇതാണ്, cos θ = ആ 2 വെക്ടറുകൾ എന്ത് ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പം ഈ ഒരു കേസിൽ ഇത് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഇതെന്താണ്? ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോഴ്സിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും കേസിൽ ആംഗിൾ കാണാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. എന്താണ്? നമുക്കറിയാം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് = ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, F.S ആണ്. ഒരു വസ്തുവിനെ എന്തോ ഉപയോഗിച്ച് തള്ളിയാൽ വസ്തു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് എങ്ങനെ കാണുക? ഫോഴ്സ് ഡോട്ട് എസ് ആണ്. ഇവിടെ വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ വർക്ക് കാണേണ്ടത്? വർക്ക് = F.S ആണ്. അപ്പോൾ വർക്ക് എങ്ങനെ കിട്ടുക? വർക്ക് എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ 3i + 4j + 5k എന്ന വെക്റ്ററിനെ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ഡി കണ്ടില്ലേ, അത് തന്നിട്ടുണ്ട്. ഇതൊക്കെ വെക്റ്റേഴ്സാണ് കേട്ടോ, വെക്റ്റേഴ്സാണ്. ഇവിടെയൊക്കെ എഫ് വെക്റ്റേഴ്സാണ്. അപ്പം അവിടെ അതായിട്ട് എന്ത് ചെയ്യുക, ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. അപ്പം ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എന്ത്, വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ എടുക്കുക? ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ നമ്പർ നോക്കുക 3, ഇവിടുത്തെ നമ്പർ നോക്കുക 5, അത് സിമ്മിൽ ഗുണിക്കുക 3 × 5 പ്ലസ്, ഇനി ഇവിടുത്തെ നമ്പർ നോക്കുക 4. അപ്പം ഇനി 4 ഇൻറ്റു അവിടുത്തെ ജെയുടെ നമ്പർ നോക്കുക 4 പ്ലസ് ഇവിടുത്തെ നമ്പർ നോക്കുക 5, ഇവിടുത്തെ നമ്പർ നോക്കുക 3. അപ്പോൾ 5 × 3 15. അപ്പോൾ അതങ്ങോട്ട് ഉത്തരമായി കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ 3 5 15 പ്ലസ് 4 4 16 പ്ലസ് 5 3 15. അപ്പം 30 10 46 എന്ന് വരും. അപ്പോൾ വർക്ക് എന്താണ്? 46 ജൂളാണ്. വർക്ക് എന്തിലാ പറയുക? 46 ജൂളാണ്. അപ്പോൾ വർക്ക് ചെയ്യുന്ന രീതി മനസ്സിലായോ? വർക്ക് കാണുന്ന രീതി മനസ്സിലായോ? വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഡോട്ട് എസ് ആണ്. അപ്പോൾ ഇത് ഇങ്ങനെയാ ചെയ്യുക വർക്ക് കാണാൻ പറഞ്ഞാൽ. പക്ഷേ ഇവിടെ വർക്കല്ല ചോദിച്ചത്, ഇതിൻ്റെ ആംഗിളാണ് ചോദിച്ചത്. ഫൈൻഡ് ആംഗിൾ ബിറ്റ്വീൻ. അപ്പം 2 വെക്റ്റേഴ്സ് തന്നാൽ, നിങ്ങൾ മാത്സിൽ വെക്റ്ററിൽ പഠിച്ചതാണ് ആംഗിൾ എങ്ങനെ കാണുക. ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ഇതിനകത്തിപ്പം 2 വെക്റ്റേഴ്സ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? cos θ = ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക, അടിയിൽ ഗുണിക്കുകയും ചെയ്യുക. അപ്പം ഡോട്ട് പ്രൊഡക്റ്റ് ഇപ്പം നമ്മൾ എടുത്തു, ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു. എന്താ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ സംഖ്യകൾ പരസ്പരം എന്ത് ചെയ്യുക, ഐൻ്റെ സംഖ്യകൾ ഗുണിക്കുക, ജെക്ക് ജെയുടെ സംഖ്യകൾ ഗുണിക്കുക. അതാണ് ഡോട്ട് പ്രൊഡക്റ്റ്. അതുതന്നെയാണ് വർക്കും ഈ കേസിൽ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടിയിൽ ഇനി എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും മോഡുകൾ ഗുണിക്കുക. എങ്ങനെ ഒരു വെക്റ്ററിൻ്റെ മോഡ് കാണുക? എഫിൻ്റെ മോഡ് എങ്ങനെ കാണുക? അതിലെ സംഖ്യകൾ റൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ട് കൂട്ടുക, സ്ക്വയർ എടുത്തിട്ട്. അപ്പോൾ എഫിന് എന്താണ്? 3² പ്ലസ് ഇവിടെ 4² പ്ലസ് 5² അതാണ് എഫിൻ്റെ മോഡ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ മോഡ് എന്താ? അതിൻ്റെ സംഖ്യകൾ റൂട്ടിൻ്റെ ഉള്ളിൽ സ്ക്വയർ ഇടുക. അപ്പോൾ 5² പ്ലസ് 4² പ്ലസ് 3². അപ്പോൾ നമുക്ക് cos θ എന്ത് കിട്ടും? ഇവിടെ ഗുണിക്കുമ്പോൾ നമുക്കറിയാം ഏതൊക്കെയാണ് ഗുണിക്കേണ്ടത്. 3 × 3 × 5 4 × 4 5 × 3 ഇതെല്ലാം എന്ത് ചെയ്യുക, ഗുണിച്ചിട്ട് കൂട്ടലാണ്. 3 × 4 പ്ലസ് 4 × 4 പ്ലസ്
5 × 3 അതാണ് ഡോട്ട് പ്രൊഡക്റ്റ് ബൈ ഓരോന്നിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഫസ്റ്റത്തെ കേസിൽ എന്താ 9ഉം 4ഉം 3ൻ്റെ 9 വരും, 4ൻ്റെത് 16 വരും, 5ൻ്റെത് 25 വരും. ഇനി അടുത്ത കേസിലോ അതും സെയിം തന്നെ, 25ഉം 16ഉം 3ഉം. അപ്പം ഇത് സെയിം വരും. അപ്പം ഇങ്ങനെ വരും മുകളിൽ കോസ് തീറ്റ ഈക്വൽ ടു എന്ത് വരും? 12 + 16 + 15 ഡിവൈഡഡ് ബൈ ഇവിടെ 25 16 25 √50 എന്ന് വരും. ഇവിടെയും √50 എന്ന് വരും. അപ്പോൾ രണ്ട് ഒരേപോലെയുള്ള റൂട്ടുകളാണെങ്കിൽ റൂട്ട് ക്യാൻസൽ ആവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരും എന്താണെന്നറിയോ? 16ഉം 3 3 4 12 അല്ലേ, 12ഉം 16ഉം 3 5 15 ആണല്ലേ, 3 5 ആണ് ഫസ്റ്റ്. അപ്പോൾ 15 ആണ്. അപ്പോൾ 15ഉം 15ഉം 30ഉം 46. 46 ബൈ √50 ഇൻറ്റു √50 എന്ന് പറഞ്ഞാൽ റൂട്ട് പോകും, 50 ആവും. അപ്പം 46/50 എന്ന് പറഞ്ഞാൽ 23/25, രണ്ടിൻ്റെ പകുതിയാക്കുക. അപ്പം ഇതാണ് എന്ത്? കോസ് തീറ്റ. പക്ഷെ നമുക്ക് ആംഗിളാണ് വേണ്ടത്. അപ്പോൾ കോസ് തീറ്റ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കോസ് തീറ്റ എന്ത് കിട്ടി? 23/25 കിട്ടിയാൽ തീറ്റ എങ്ങനെ കാണുക? തീറ്റ അതിനെ കോസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. കോസ് തീറ്റ 23/25 വന്നാൽ തീറ്റ ഈസിക്കൽ എന്ന് വരും, കോസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് 23/25 എന്ന് വരും. മനസ്സിലായവർ ഇതിനകത്ത് ലൈക്ക് അടിച്ചേ. ഇത് വെക്ടേഴ്സിൽ മാത്സിൽ പഠിക്കുന്നതാണ്, +2 മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഇങ്ങനെയാണ് ആംഗിൾ കാണുക, രണ്ട് വെക്ടേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ആംഗിൾ. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് ഓരോന്നിൻ്റെ മാഗ്നിറ്റ്യൂഡും അടിയിൽ കണ്ടിട്ട് ഗുണിക്കുക. മനസ്സിലായോ? നോക്കൂ, നിങ്ങൾ ഓരോന്നും ചെയ്ത്, വളരെ സിമ്പിൾ അല്ലേ? ഇക്വേഷൻ അറിയണം. ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും തന്നാൽ ആംഗിൾ കാണുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ചേ. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കൂ. മനസ്സിലായില്ലെങ്കിൽ ഡിസ്ലൈക്ക്. മനസ്സിലായി? അപ്പോൾ ഇത് നിങ്ങൾ എന്തറിയണം? ചെയ്യുന്ന രീതി അറിയണം. ആദ്യം രണ്ട് വെക്ടേഴ്സുകളുടെ സംഖ്യകൾ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിച്ച് കൂട്ടുക. അടിയിൽ ഓരോ വെക്ടറിൻ്റെയും സംഖ്യകളുടെ സ്ക്വയറുകൾ എന്ത് ചെയ്യുക? എടുക്കുക, ഗുണിക്കുക അവ തമ്മിൽ. അപ്പോൾ കോസ് തീറ്റ എന്ന് കിട്ടും. പിന്നെ കോസ് തീറ്റ ഫൈനൽ ആൻസറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീറ്റയാണ് വേണ്ടത്. അപ്പോൾ കോസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കോസിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. അവിടെ ഞാൻ എഴുതിയിട്ടുണ്ട് ലാസ്റ്റത്തത്. അപ്പം ലാസ്റ്റ് ഫൈനലി നിങ്ങൾക്ക് ഇപ്പോൾ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. എന്താണ് ഫൈനലി ആൻസർ വരിക? കോസ് ഇൻവേഴ്സ് 23/25. അപ്പോൾ ലാസ്റ്റത്തെ ആൻസർ എഴുതിയിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കൂ. ഓക്കെ ഓക്കെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ അതിനകത്ത് ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ആരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തില്ലെങ്കിൽ എടുത്ത് വെക്കുക. 3 മാർക്കാണ് കേട്ടോ, ഫോഴ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇനി നമ്മൾ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ടോർക്ക് കാണാനാണ്. ഫൈൻഡ് ടോർക്ക്. ഫോഴ്സ് തന്നു, പൊസിഷൻ വെക്ടറും തന്നു. അപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് ടോർക്ക് കാണുക. ടോർക്ക് കാണൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ടോർക്ക് = F R×F ആണ്. എന്താണ്? R×F എന്നാണ്. റാഫി തിരിച്ചു. ടോർക്ക് എന്ന് പറഞ്ഞാൽ കറക്കുക, തിരിക്കുക. റാഫിയെ തിരിച്ചു. അപ്പോൾ ടോർക്ക് R×F ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ടോർക്ക് കാണാനല്ലേ, നമ്മൾ R അവിടെ തന്നിട്ടുണ്ട്. R പൊസിഷൻ വെക്റ്റർ, ഇതാണ് പൊസിഷൻ വെക്റ്റർ. I - J + K, അതിൻ്റെ സംഖ്യകൾ ഇവിടെ എഴുതുക. IJK എന്ന് പറഞ്ഞിട്ട് എഴുതുക. അപ്പോൾ എന്താ കിട്ടുക? IJK. Iൻ്റെത് 1 ആണ്, Jക്ക് -1 ആണ്, Kക്ക് 1 ആണ്. ഇനി R×F ആണ് രണ്ടാമത്തത്. Fൻ്റെത് എന്താ? 7 ആണ്, പിന്നെ 3 ആണ്, -5 ആണ്. ഇനി നിങ്ങൾക്ക് മാത്സിൽ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ അറിയുമോ? അത് ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ അതിനകത്ത് ആൻസറായി. നിങ്ങൾ ഡിറ്റർമിനൻ്റ് അതിനകത്ത് മനസ്സിലായവർ ലൈക്ക് അടിച്ചേ. ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായവർ. ടോർക്കിൻ്റെ കേസിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ടോർക്ക് എന്താണ്? ആറിൻ്റെ ഇവിടെ പൊസിഷൻ വെക്റ്റർ ഏതാണെന്ന് നോക്കുക. 6, അതിൻ്റെ IJK എഴുതിയിട്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ R×F ആണ്. അപ്പോൾ 6 എന്ത് ചെയ്യുക? 6ൻ്റെ ലെറ്റേഴ്സ് ഇവിടെ ഫസ്റ്റ് 6 ഇതാണ്, IJK. അപ്പോൾ അതിൻ്റെ ലെറ്റേഴ്സ് ഇവിടെ എഴുതി. 1 -1. പൊസിഷൻ വെക്റ്റർ ആണ് എന്ത്? 6. അപ്പോൾ അതിൻ്റെ എന്താണ്? I - J + K എന്നല്ലേ. I 1 ആണ്, J എന്താണ്? -1 ആണ്, K എന്താണ്? 1 ആണ്. ഇത് J -1, K I 1. അപ്പോൾ അതിൻ്റെത് ഫസ്റ്റ് എഴുതുക. 6 ആണ് ഫസ്റ്റ്. അപ്പോൾ പിന്നെ F. അപ്പോൾ Fൻ്റെത് എന്താ? 7, 3, -5. ഇനി എങ്ങനെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കും?
ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാൻ മാത്സിൽ അതിനകത്ത് വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. എങ്ങനെയാണ് ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക? ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഇങ്ങനെയാണ്. ആദ്യം എന്ത് ചെയ്യുക? ഐ എടുക്കുക. ഐൻ്റെ റോയും ഐൻ്റെ കോളവും എന്ത് ചെയ്യുക? അങ്ങോട്ട് മാറ്റി നിർത്തുക. എന്നിട്ട് ഐ എന്ന് എഴുതുക. ഐ ഇൻറ്റു ഇവർ തമ്മിൽ എന്ത് ചെയ്യുക? ഗുണിക്കുക. -1 ഇൻറ്റു -5. അപ്പം മൈനസ് എന്ത് വരും? ഇവിടെ -1 ഇൻറ്റു -5 -3 ഇൻറ്റു 1. ഇവിടെ എന്ത് ചെയ്യുക? 3 ഇൻറ്റു 1. ഇനി ജെക്ക് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? -j എന്നാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഇതുപോലെ ജെ എടുക്കുമ്പോൾ ജെയുടെ റോയും ജെയുടെ കോളവും എന്ത് ചെയ്യുക? ഒഴിവാക്കുക. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ജെയുടെ റോയും ജെയുടെ കോളവും ഒഴിവാക്കുക. അപ്പോൾ ജെക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ജെയുടെ കോളം ഒഴിവാക്കുക, ജെയുടെ റോയും ഒഴിവാക്കുക. അപ്പോൾ എന്ത് വരും? ഇനി ബാക്കിയുള്ളത് 1ഉം -5ഉം ക്രോസ് എടുക്കുക. 1 ഇൻറ്റു -5 മൈനസ് ഇവിടെ 7 ഇൻറ്റു 1, 7ഉം 1ആണ് ഇനി ബാക്കിയുള്ളത്. 7 ഇൻറ്റു 1. ഇനി അടുത്ത് എന്താ ചെയ്യുക? പ്ലസ് കെ ഇൻറ്റു കെയുടെ റോയും കോളവും ഒഴിവാക്കുക. എന്നിട്ട് ക്രോസ് എടുക്കുക. അപ്പോൾ കെയുടെ റോയും കോളവും എന്താ? കെയുടെ കോളം ഇതാണ്, കെയുടെ റോ ഇതാണ്. അതങ്ങ് ഒഴിവാക്കിയ ബാക്കി ഏതാ? 1 ഇൻറ്റു 3. ഇത് തമ്മിൽ ക്രോസ്. 1 ഇൻറ്റു 3 മൈനസ് 7 ഇൻറ്റു -1, 7 ഇൻറ്റു -1. ഇനി ഇതങ്ങോട്ട് കാൽക്കുലേറ്റർ ചെയ്ത ആൻസറായി. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഐനും കേക്കും ഒക്കെ പ്ലസ് ആണ്. ജെക്ക് നമ്മൾ എന്ത് കൊടുക്കണം? -j എന്ന് എഴുതണം. അതങ്ങനെയാണ്. ഇനി ഐ ഇൻറ്റു നിങ്ങൾ ചെയ്യുക. -1ഉം -5ഉം കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? +5 എന്ന് കിട്ടും. -3ഉം 1ഉം എന്ത് കിട്ടും? കാൽക്കുലേറ്ററിൽ 3 എന്ന് കിട്ടും. അപ്പോൾ അത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്. -j ഇൻറ്റു ജെയുടെ ബ്രാക്കറ്റിൽ ചെയ്യുക. 1 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ -5 ആണ്. -7 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇനി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പ്ലസ് കെ ഇൻറ്റു 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ആണ്. -7 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -7 ആണ്. ഇപ്പം ഇനി ചെയ്ത് വരുമ്പോൾ എന്ത് വരും? ഐ ഇൻറ്റു ഐക്ക് എന്ത് വരും? ഐ ഇൻറ്റു 5ഉം -3, 5ന്ന് 3 കുറച്ചാൽ എന്താണ്? 2 ആണ്. -j ഇൻറ്റു -5ഉം -7ഉം 2 മൈനസുകൾ. ഇത് ഇതേപോലെ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ മതി. -12 എന്ന് പറഞ്ഞു തരും. പ്ലസ് കെ ഇൻറ്റു ലാസ്റ്റ് പ്ലസ് കെ ഇൻറ്റു കേക്ക് എന്താ? 13 മൈനസ് 2 മൈനസുകൾ അടുത്ത് വന്നാൽ പ്ലസ് ആവും. 13ഉം 7ഉം എത്രയാവും? അപ്പം 13 അല്ല, ഇത് 3 അല്ലേ? 3ഉം ഇത് 3 ആണ്. 3ഉം മൈനസ് എന്ന് പറഞ്ഞാൽ പ്ലസ് ആവും. 3ഉം 7ഉം 10 ആവും. അപ്പോൾ 10 എന്നാവും. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടി. ടോർക്ക് എന്താണ്? 2i മൈനസ് ഈ -jയും -12ഉം എന്താവും? +12j എന്നാവും. +10k എന്നാകും. ഫൈനൽ ആൻസർ ഇതാണ്. മനസ്സിലായെങ്കിൽ ലൈക്ക് അടിച്ച്. അപ്പം ഇതാണ് ഇത് ചെയ്യുന്ന രീതി. അപ്പം ആർക്കെങ്കിലും അതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് ചോദിക്കുക. അപ്പം ഇത് നിങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം മനസ്സിലാകാത്തത്, ആർക്കെങ്കിലും കൺഫ്യൂഷൻ വരുന്ന സൈഡ് ഇവിടെയാണ്. -j -12 എന്ന് പറഞ്ഞാൽ അവസാനം ഈ ഐ എന്ത് ചെയ്യണം? ഈ സംഖ്യയിട്ട് ഗുണിച്ച് എഴുതലാണ്. 2 ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ 2i. -j -12 എന്ന് പറഞ്ഞാൽ മൈനസും പ്ലസ് ആവും. +12j എന്നാവും. പിന്നെ 10k +10k. ഫൈനലി ടോർക്ക് കിട്ടി. അപ്പോൾ ഓക്കെയാണ്. എന്നാൽ ഈ ക്വസ്റ്റ്യനുകൾ നമ്മൾ പ്രൊജക്റ്റൈൽ മോഷൻ കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പുതിയ ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്ക് എനർജി തൊട്ട് അങ്ങനെ പഴയലോട്ട് തന്നെ പോകും. ലോസ് ഓഫ് മോഷൻ്റെ ഒരു 1-2 ക്ലാസ്സുകളിലൂടെ ഉണ്ടാവും.